ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ കോടതി വിധി ഇന്നില്ല. കേസ് വിധി പറയാനായി മാറ്റി. കോടതിയിൽ വാദിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് തങ്ങളുടെ വാദം എഴുതി സമർപ്പിക്കാൻ 7 ദിവസത്തെ സമയം അനുവദിച്ചു. വാദത്തിനിടെ വിശ്വാസങ്ങൾക്ക് മീതെയാണ് മൌലികാവകാശങ്ങളെന്ന് കോടതി വീണ്ടും ഓർമ്മിപ്പിച്ചു. വിധിയിൽ പിഴവ് എന്തെന്ന് വിശദീകരിക്കാൻ അഭിഭാഷകരോട് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. അതേസമയം വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ് കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചത്? എന്തൊക്കെയായിരുന്നു അവരുടെ വാദങ്ങൾ? മറ്റു വിശദാംശങ്ങൾ? 3.5 മണിക്കൂർ നീണ്ട വാദമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. അതായത് രാവിലെ 10:30 ഈ കേസ് വാദത്തിനെടുത്തു. 56 പുനഃപരിശോധനാ ഹർജികൾ, 4 റിട്ട് ഹർജികൾ, 2 ട്രാൻസ്ഫർ ഹർജികൾ അടക്കമുള്ളവയായിരുന്നു ഈ 65 ഹർജികൾ. ഇവർക്കെല്ലാമായി മുതിർന്ന അഭിഭാഷകർ തന്നെ കോടതിയിൽ ഹാജരാവുകയും ചെയ്തു. പ്രധാനമായും NSSന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മോഹൻ പരാശനാണ് വാദം ആരംഭിച്ചത്. പക്ഷെ വാദത്തിന് ആമുഖമായി തന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, നിലവിൽ സെപ്റ്റംബർ 28 വിധിയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതാണ് ആദ്യം എടുത്തു പറയേണ്ടതെന്ന് കോടതി വ്യക്തമാക്കി. പിന്നീട് അഭിഭാഷകർ വാദത്തിന് കടന്നു. തന്ത്രിയും പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ ഒരു 11 പേർക്കാണ് ഇന്ന് ആകെ വാദിക്കാൻ അവസരം ലഭിച്ചത്. പക്ഷെ അതുപോലും നീണ്ടുപോയി. രാവിലെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ശേഷം വീണ്ടും കോടതി ചേർന്നു 3 മണിവരെ. ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് വിധിയെ അനുകൂലിക്കുന്നവർക്കാണ് വാദിക്കാൻ അവസരം ലഭിച്ചത്. ബിന്ദുവിനും കനകദുർഗയ്ക്കും വേണ്ടി മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് തന്നെ ഹാജരായി. അവർ ചൂണ്ടിക്കാണിച്ചത് നിലവിലെ കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ, ഈ ക്ഷേത്രത്തിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് നടത്തിയ ശുദ്ധിക്രിയകളൊക്കെ ഭരണഘടനയ്ക്കേറ്റ അടിയാണ് എന്നവർ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തു. രാവിലെ മറ്റ് എതിർത്തുകൊണ്ട് അഭിഭാഷകർ സംസാരിച്ചപ്പോൾ പലതവണ സുപ്രീം കോടതിയും ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ആചാരങ്ങളെക്കാൾ മുകളിലാണ് എന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. ഈ ആർട്ടിക്കിൾ 15, 21, 25 വിലയിരുത്തലുകൾ തെറ്റുപറ്റിയെന്നായിരുന്നു NSSന്റെയും തന്ത്രിയുടെയും അഭിഭാഷകരുടെ പ്രധാന വാദം. എന്നാൽ അതൊക്കെ നേരത്തെ ശബരിമല കേസുമായി ബന്ധപ്പെട്ട വാദത്തിനിടയിൽ പൂർത്തിയായതാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അല്ലാതെ പുതിയതെന്തെങ്കിലും അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം വാദം പൂർത്തിയാക്കിയ കോടതി വിധി പറയാൻ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വാദിക്കാൻ പറ്റാത്ത അഭിഭാഷകർക്ക് 7 ദിവസത്തിനുള്ളിൽ അവർ വാദമുഖങ്ങൾ എഴുതി തന്നെ നൽകാം. അതിനുശേഷമായിരിക്കും കോടതിയുടെ ഉത്തരവുണ്ടാവുക. മറ്റൊരു നീക്കമുണ്ടായത് ഈ 65 ഹർജികളിൽ 2 കേരള സംസ്ഥാന സർക്കാരിന്റെ ട്രാൻസ്ഫർ പെറ്റീഷനുകളായിരുന്നു. അതായത് കേരള ഹൈക്കോടതിയിൽ നിലവിൽ ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഹർജികളുണ്ട്. അതൊക്കെ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അത് സുപ്രീം കോടതി പ്രത്യേകം കേൾക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് വീണ്ടും റീലിസ്റ്റ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. അതൊരു മറ്റൊരു ബെഞ്ച് തന്നെ കേൾക്കും. ബാക്കിയുള്ള ശബരിമല വിധിയെ എതിർക്കുന്നത് അനുകൂലിക്കുന്നതുമായുള്ള റിട്ട് അടക്കമുള്ള ഹർജികളിലാണ് ഒരു തീരുമാനം ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാവുക. ഇതിനിടയിൽ ഈ കേസിൽ ലിസ്റ്റ് ചെയ്യാത്ത കോടതി അലക്ഷ്യ ഹർജികളിൽ പോലും സുപ്രീം കോടതി വാദം കേൾക്കാൻ സമയമെടുത്തു എന്നതാണ് ശ്രദ്ധേയമായത്. കാരണം ഈ നേരത്തെ ഈ BJP സംസ്ഥാന അധ്യക്ഷൻ, തന്ത്രി അടക്കമുള്ളവർ ഈ വിധിയെ എതിർക്കുന്നത് കോടതി അലക്ഷ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2 സ്ത്രീകൾ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. പക്ഷെ അവരുടെ ഹർജികളൊന്നും ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ പോലും അവരുടെ അഭിഭാഷകൻ ഹാജരായപ്പോൾ അവർക്ക് കൂടി സംസാരിക്കാൻ സുപ്രീം കോടതി അവസരം നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് വാദം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിയത്. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോഴും പുനഃപരിശോധനാ വിധി പ്രഖ്യാപനം ഉണ്ടാകില്ല. ഒരാഴ്ചത്തെ സമയമാണ് സുപ്രീം കോടതി ഹർജിക്കാർക്ക് അനുവദിച്ചിരിക്കുന്നത്. കുംഭമാസ പൂജയ്ക്കായി ക്ഷേത്ര നട തുറക്കുന്നത് ഈ മാസം 12-നും. ഈ സാഹചര്യത്തിൽ ചിത്തിര ആട്ടവിശേഷത്തിനും മണ്ഡലകാലത്തും നട തുറന്നപ്പോഴുള്ള സമാന സാഹചര്യമാകും ശബരിമല ഇത്തവണയും നേരിടുക. 65ഓളം ഹർജികളാണ് ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിക്ക് മുന്നിലെത്തിയത്. ഇതിൽ വാദിക്കാൻ സമയം ലഭിക്കാത്തവർക്ക് 7 ദിവസത്തിനകം എഴുതി നൽകാനും കോടതി അനുമതി നൽകി. 7 ദിവസം പൂർത്തിയാകുന്നത് ഈ മാസം 13-നാണ്. ഒരാഴ്ച കഴിഞ്ഞ് 13-ന് ആരംഭിക്കുന്ന കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത് 12-ന് വൈകിട്ടും. ഈ സാഹചര്യത്തിൽ നട തുറക്കുന്നതിന് മുൻപ് വിധിപ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത്തരത്തിലാണെങ്കിൽ ചിത്തിര ആട്ടവിശേഷത്തിനും മണ്ഡലകാലത്തും നട തുറന്നപ്പോഴുണ്ടായ സമാന സാഹചര്യമാകും ശബരിമല ഇത്തവണയും നേരിടുക. സെപ്റ്റംബർ 28-നാണ് യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നത്. തുടർന്ന് 2 തവണയാണ് ശബരിമല നട തുറന്നത്. ആദ്യം ചിത്തിര ആട്ടവിശേഷത്തിനായി 5 ദിവസം ക്ഷേത്ര നട തുറന്നപ്പോഴാണ് ചരിത്രത്തിലാദ്യമായി ശബരിമലയും പരിസരവും BJP, RSS സംഘപരിവാർ സംഘങ്ങൾ സംഘർഷത്തിലാഴ്ത്തിയത്.
തുടർന്ന് 61 ദിവസം നീണ്ടുനിന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവം. വിധി നടപ്പിലാക്കി ചരിത്രം സൃഷ്ടിച്ച് 10നും 50 വയസ്സിനും മധ്യേ പ്രായമുള്ള നിരവധി യുവതികൾ അവിടെ ദർശനം നടത്തി. ശബരിമലയിൽ അക്രമത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാനമാകെ അക്രമം വ്യാപിപ്പിക്കാനുള്ള BJP-RSS സംഘപരിവാർ നീക്കവും സർക്കാർ കൃത്യമായി നേരിട്ടു. പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കുംഭമാസ പൂജകൾക്കായി അടുത്ത ആഴ്ച ശബരിമല നട തുറക്കുമ്പോഴും ക്രമസമാധാനം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മണ്ഡലകാലത്തിന് സമാനമായ നടപടി സ്വീകരിക്കേണ്ടിവരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുപ്രീം കോടതി വിധി എന്തായാലും നടപ്പിലാക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഭരണഘടനാ ബാധ്യത നിറവേറ്റാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ നിലപാട് സുവ്യക്തമാണ്. സുപ്രീം കോടതിയുടെ വിധി എന്താണോ അതനുസരിക്കുക, അത് നടപ്പിലാക്കുക. നിലവിലുള്ള വിധി നടപ്പിലാക്കാനാണ് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത ഉള്ള ഗവൺമെന്റ് ശ്രമിച്ചത്. ഇനി മറിച്ചാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കും. വിധി എന്താണോ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം. ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. അത് നേരത്തെ തീരുമാനിച്ചതാണ്. ദേവസ്വം ബോർഡ് നൽകിയിരുന്നത് സാവകാശ ഹർജിയാണ്. സർക്കാരിന്റെ തീരുമാനത്തിന് അടിപ്പെട്ട് ബോർഡിന് തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. വിധി വന്നതിന് ശേഷമുള്ള കോടതിയുടെ ചോദ്യത്തിനാണ് ബോർഡ് മറുപടി നൽകിയത്. കോടതി വിധി വരുമ്പോൾ അത് ബോർഡ് അനുസരിക്കുമെന്നും A. പത്മകുമാർ പറഞ്ഞു. പഴയ നിലപാട്, ആദ്യം ഉണ്ടായിരുന്ന നിലപാട്, ആദ്യം കൊടുത്തിരുന്ന അഫിഡവിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നല്ലോ. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ആ നിലവിൽ എന്താണോ വിധി, ആ വിധി ദേവസ്വം ബോർഡ് അംഗീകരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സർക്കാരിൻ്റെ അഭിപ്രായത്തിന് അടിപ്പെട്ടിട്ട് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇപ്പോൾ ചിലർ പറഞ്ഞിട്ടുള്ളത് വിശ്വാസികൾക്ക് ഒപ്പമല്ല. ആരാണ് വിശ്വാസി എന്നുള്ളതിനെ പറ്റി തർക്കമുണ്ട്. വിശ്വാസികളെന്ന് പറയുന്നത് ഞങ്ങൾ തീരുമാനിക്കുന്ന കുറേ ആളുകൾ മാത്രമാണ് വിശ്വാസി എന്നുള്ള അഭിപ്രായമൊന്നും ദേവസ്വം ബോർഡിനില്ല. അനുകൂല വിധി സമ്പാദിക്കാനായി ഏതറ്റം വരെയും പോകുമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സമിതി പ്രസിഡന്റ് PG ശശികുമാരവർമ്മ. കുംഭമാസ പൂജയ്ക്കായി ശബരിമല നട തുറക്കുമ്പോൾ വീണ്ടും സംഘർഷഭൂമിയാകുമോ എന്ന ആശങ്കയുണ്ടെന്നും എന്നാൽ ചില രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ ഇക്കാര്യത്തിൽ തെരുവ് യുദ്ധത്തിനില്ല എന്നും ശശികുമാരവർമ്മ വ്യക്തമാക്കി. അതിന് കോടതി വിധി അനുകൂലമല്ലെങ്കിൽ ഇനി അത് അനുകൂലമാക്കാൻ എന്തെങ്കിലും മാർഗം കൂടി ഉണ്ടോ എന്ന് നോക്കും നമ്മൾ. അത്രയേ ഉള്ളൂ. അതിന് നമുക്ക് ചെയ്യാവുന്നത്ര കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പം ഏതായാലും രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ യുദ്ധം ചെയ്യാനൊന്നും ഞങ്ങളില്ല. 13-ാം തീയതി വരെയാണ്. 13 എന്ന് പറയുമ്പോൾ കുംഭമാസം 1-ാം തീയതിയായി. അതിൻ്റെ തലേ ദിവസം 12-ാം തീയതി നട തുറക്കേണ്ടതാണ്. അപ്പോൾ വീണ്ടും ഒരു സംഘർഷഭൂമിയായി ശബരിമലയുടെ ഭാഗം മാറുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. ബജറ്റിൽ വൻ ഇളവുകളും ജനക്ഷേമ പ്രഖ്യാപനങ്ങളും നടത്തി ധനമന്ത്രി തോമസ് ഐസക്. ഇടുക്കി ജില്ലയ്ക്ക് 5000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. 1% പ്രളയ സെസ് ഉടൻ പ്രാബല്യത്തിൽ വരില്ല. ആഭ്യന്തര വിമാന സർവീസുകൾക്ക് ഉള്ള ഇന്ധന നികുതി 5% കുറച്ചു. SC/ST പ്രൊമോട്ടർമാരുടെയും അംഗൻവാടി ആശാ വർക്കർമാരുടെയും വേതനം ഉയർത്തി. പട്ടികജാതി വിദ്യാർത്ഥികളുടെ ലെൻസം ഗ്രാന്റ് 25% വർദ്ധിപ്പിച്ചു. വിപണി ഇടപെടലിന് വേണ്ടി റേഷൻ സബ്സിഡി 1035 കോടി. നെല്ല് സംഭരണം 525 കോടി. ബജറ്റ് പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് ധനമന്ത്രിയുടെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ. ബഡ്ജറ്റിന്റെ പൊതുചർച്ചയ്ക്കുള്ള മറുപടി ജനക്ഷേമ പ്രഖ്യാപനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ പ്രതിപക്ഷത്തിന്റെയും വിമർശകരുടെയും വായടഞ്ഞു. പ്രളയം തകർത്ത ഇടുക്കി ജില്ലയ്ക്ക് ധനമന്ത്രി തോമസ് ഐസക് 5000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചു. തേയില ബ്രാൻഡ് ചെയ്യാൻ നടപടി സ്വീകരിക്കും. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ജീവനോപാധി നൽകും. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, കിഫ്ബി, റീബിൽഡ് കേരള, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ ചേർന്നായിരിക്കും ഇടുക്കിയിലെ സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കുക. 3 കൊല്ലം കൊണ്ട് പദ്ധതി നടപ്പിലാക്കും. ഇടുക്കിക്ക് 3 വർഷത്തിനുള്ളിൽ നടപ്പാക്കേണ്ട 5000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കുകയാണ്. 2019-20 550 കോടി രൂപ സംസ്ഥാന പ്ലാനിൽ നിന്നും, 100 കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നും, 350 കോടി രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും, 250 കോടി രൂപ കിഫ്ബിയിൽ നിന്നും, 250 കോടി രൂപ റീബിൽഡ് കേരള തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നും അഡീഷണൽ ആയിട്ട് 250 കോടി രൂപ കൂടി ഇടുക്കിക്ക് ഈ വർഷം വകയിരുത്തുകയാണ്. GST 5% മുകളിലുള്ളവർക്ക് ഏർപ്പെടുത്തിയ 1% പ്രളയ സെസ് ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരില്ല.
വിജ്ഞാപന തീയതി മുതലാവും പ്രളയ സെസ്സിന് പ്രാബല്യം. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ മാത്രമേ വിജ്ഞാപനമുണ്ടാവൂ. അതിനാൽ തന്നെ പ്രളയ സെസ് വൈകും. SC/ST പ്രൊമോട്ടർമാരുടെയും അംഗനവാടി ആശാവർക്കർമാരുടെയും വേതനം ഉയർത്തി. ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകരുടെ ശമ്പളം 18,500 രൂപയാക്കി. സ്കൂൾ പാചകത്തൊഴിലാളികളുടെ പ്രതിദിന വേതനം 500 രൂപയാക്കി. പട്ടികജാതി വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് 25% വർദ്ധിപ്പിച്ചതാണ് മറ്റൊരു മാന്ത്രിക പ്രഖ്യാപനം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് 25% ഉയർത്തുന്നു. പ്രാദേശിക പത്രപ്രവർത്തകരെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. എറണാകുളത്ത് പണ്ഡിറ്റ് KP കറുപ്പൻ സ്മാരക നിർമ്മാണത്തിനായി 25 ലക്ഷം രൂപ പ്രത്യേകമായിട്ട് വകയിരുത്തി. വെങ്ങാനൂരിൽ അയ്യങ്കാളി സ്ഥാപിച്ച സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് അയ്യങ്കാളി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളായി മാറ്റണമെന്ന് ബഡ്ജറ്റ് ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് സഭയ്ക്ക് ഞാൻ ഉറപ്പ് നൽകി. എന്നാൽ ദളിത് ക്രൈസ്തവർക്ക് വകയിരുത്തൽ അപര്യാപ്തമാണെന്ന് വിമർശനമുണ്ടായിട്ടുണ്ട്. 10 കോടി രൂപയാണ് ഇപ്പോൾ അവരുടെ കോർപ്പറേഷന് വകയിരുത്തിയിട്ടുള്ളത്. അത് 20 കോടി രൂപയായിട്ട് വിപണി ഇടപെടലിന്റെ വലിയ കുത്തൊഴുക്കാണ് ധനമന്ത്രി നടത്തിയത്. റേഷൻ സബ്സിഡിയായി 1035 കോടിയും നെല്ല് സംഭരിക്കാൻ 525 കോടിയും കൺസ്യൂമർ ഫെഡിന് 100 കോടിയും അനുവദിച്ചു. നേരത്തെ നൽകിയ 100 കോടിക്ക് പുറമെ 50 കോടി രൂപ കൂടി സപ്ലൈകോയ്ക്ക് നൽകും. സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങൾക്കും ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള ഇന്ധന നികുതി 28% നിന്നും 5% കുറച്ചു. വിമർശകരുടെ വായടപ്പിക്കുന്ന മറുപടി പ്രസംഗമാണ് ഡോക്ടർ തോമസ് ഐസക് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഴക്കാലത്ത് കരിമണൽ ഖനനം ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. തീരദേശ സംരക്ഷണത്തിന് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും കടൽഭിത്തി നിർമ്മാണം ഊർജിതമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കരിമണൽ ഖനനത്തിന്റെ പ്രശ്നത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, കരിമണൽ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ നിയമസഭാ കമ്മിറ്റി ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്. ആ ശുപാർശ മഴക്കാലത്ത്, അപ്പോഴാണ് കടലിൻ്റെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുന്ന സമയം, ആ സമയം ഖനനം ഒഴിവാക്കുക. അതിന് ആവശ്യമായ നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബാക്കി സമയങ്ങളിൽ ഖനനം നടക്കുകയും ആ സമയത്ത് ഖനനം നടക്കാതിരിക്കുകയും ചെയ്യുക. പൂർണ്ണമായും ഭൂമി സംരക്ഷിക്കുക, കടൽ തീരം സംരക്ഷിക്കുക. അതിനാവശ്യമായ വ്യവസ്ഥകൾ ഇതിൻ്റെ ഭാഗമായി ഖനനം നടത്തുന്നവരുടെ മുന്നിൽ വെക്കുക. ആ വ്യവസ്ഥകൾ അവർ പാലിക്കണമെന്ന് നിർബന്ധിക്കുക. ഇതാണ് സർക്കാർ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള വ്യക്തിഹത്യ തടയുന്നതിന് നിയമനിർമ്മാണം പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി. പ്രമുഖ വ്യക്തികളെ സമൂഹമാധ്യമങ്ങളിൽ വ്യക്തിഹത്യ നടത്തുന്ന പ്രവണത ശക്തിപ്പെട്ടു വരികയാണ്. നിലവിലുള്ള നിയമങ്ങളിൽ പോരായ്മകളുണ്ട് എന്ന അഭിപ്രായം ശക്തമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എല്ലാ സമൂഹ മാധ്യമ സേവനദാതാക്കളും അന്വേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് തയ്യാറാകുന്ന വിധം നിയമനിർമ്മാണം ആവശ്യമായി വന്നേക്കാമെന്ന് മുല്ലക്കര രത്നാകരന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. സ്ത്രീകളെയും കുട്ടികളെയും സാംസ്കാരിക പ്രവർത്തകരെയും സിനിമാ രംഗത്തുള്ളവരെയും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികളെയും പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ നടത്തുന്ന പ്രവണതയും ശക്തിപ്പെട്ടു വരികയാണ്. നിലവിലുള്ള നിയമങ്ങളിൽ പോരായ്മകളുണ്ട് എന്ന അഭിപ്രായം പൊതുവിൽ ശക്തമാണ്. ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്ന പൊതുവായ അഭിപ്രായം സർവകക്ഷി യോഗത്തിൽ തന്നെ മുൻപ് ഉണ്ടായിട്ടുള്ളതുമാണ്. ഈ കാര്യം പരിശോധിച്ചു വരികയാണ്. ഇന്ത്യയിൽ സേവനം നൽകുന്ന എല്ലാ സമൂഹ മാധ്യമ സേവനദാതാക്കളും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ സാങ്കേതിക തടസ്സം പറയാതെ ആവശ്യമായ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് തയ്യാറാകുന്ന വിധം നിയമനിർമ്മാണം ആവശ്യമായി വന്നേക്കാം. കയർ മേഖലയിലെ പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. തൊണ്ടിന്റെ ദൌർലഭ്യം കയർ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യണം എന്നായിരുന്നു അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷത്ത് നിന്ന് അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടത്. എന്നാൽ വിഷയത്തിന് അടിയന്തര സ്വഭാവമില്ലെന്നും മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇതിനോടകം നടപടി സ്വീകരിച്ചു കഴിഞ്ഞതായും മന്ത്രി തോമസ് ഐസക് മറുപടി നൽകി. അതേസമയം കയർ തൊഴിലാളികളുടെ ശമ്പള വർധന ശുപാർശ പോലും സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. തൊഴിലാളികളുടെ ദിവസക്കൂലി 500 മുതൽ 600 രൂപ വരെ ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 2 ഇടത് MLA-മാർ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടത്തിയാണ് ജയിച്ചതെന്ന പ്രചാരണം UDF-ന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് PV അൻവറും V അബ്ദുറഹ്മാനും. UDF സിറ്റിംഗ് സീറ്റുകളിൽ പോരാടി ജയിച്ച തങ്ങളെ അപമാനിക്കാനാണ് ഈ നീക്കം. പൊന്നാനി, വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ പരാജയം മുൻകൂട്ടി കണ്ടാണ് ഈ പ്രചാരണം നടത്തുന്നത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. DGP-ക്കും സ്പീക്കർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും MLA-മാർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആ വോട്ടർ മെഷീനിന്റെ
വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഒരു പ്രചരണം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ അടിസ്ഥാനമാക്കി വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇതിൻ്റെ പ്രചാരകരായിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ മുൻ MLA അടക്കമുള്ളവരാണ്. വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലവും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും UDFൻ്റെ പരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിട്ടുള്ളത് എന്നാണ് ബോധ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഗൂഢാലോചനയെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടത്തി ഇതിൻ്റെ യാഥാർത്ഥ്യം പൊതുജന സമക്ഷം എത്തിക്കണമെന്നാണ് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന. രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിജിയുടെ കോലത്തിന് നേരെ പ്രതീകാത്മകമായി വെടിയുതിർത്ത ഹിന്ദു മഹാസഭ നേതാവ് അറസ്റ്റിൽ. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജ ശകുൻ പാണ്ഡെയാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച അലിഗഡിലെ തപ്പാലിൽ വെച്ചാണ് ഇവരെ പോലീസ് പിടികൂടിയത്. കേസിൽ പൂജ പാണ്ഡെയുടെ ഭർത്താവ് ശകുൻ പാണ്ഡെയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ 71ാം രക്തസാക്ഷിത്വ ദിനത്തിലാണ് ഹിന്ദു മഹാസഭ പ്രവർത്തകർ ഗാന്ധി കോലത്തിന് നേരെ വെടിയുതിർത്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അലിഗഡിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പ്രകോപനപരമായി പെരുമാറിയത്. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ്, കോട്ടുകാൽ, വയനാട്ടിലെ തരിയോട് ഗ്രാമപഞ്ചായത്തുകളിൽ LDF ഭരണത്തെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയതിന് പിന്നിൽ കോൺഗ്രസും BJP അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇടതുപക്ഷത്തിനെതിരെ RSS എവിടെയും കോൺഗ്രസുമായി നിർലജ്ജം കൈകോർക്കുകയാണെന്നും കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിൽ RSSന്റെ സ്വാധീനം ഏറി വരികയാണെന്നും കോടിയേരി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വളർന്നുവരുന്ന കൂട്ടുകെട്ട് 1991 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ കോലീബി സഖ്യത്തിന്റെ മറ്റൊരു രൂപമാണെന്നും BJPക്ക് കീഴ്പ്പെടുക KPCC നയമാണോ എന്നും കോടിയേരി ചോദിച്ചു. വയനാട് ലോക്സഭാ സീറ്റിൽ മലബാറിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി അംഗീകരിക്കില്ലെന്ന യൂത്ത് കോൺഗ്രസ്. AICC നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 7 യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റികളും പ്രമേയത്തെ പിന്തുണച്ചു.